ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ളത് മട്ടൻ, ഒരു 1 കിലോ മട്ടൻ ഉണ്ട് കേട്ടോ. അത് പിന്നെ ചെറിയ ഉള്ളി, 2 സവോള, 2 തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഇനി പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി വേണം കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയേക്കാളും നല്ലത് ക്രഷ്ഡ് പെപ്പറാണ്. ക്രഷ് ചെയ്തിടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. ഇനി മട്ടനിലേക്ക് പൊടികളെല്ലാം ചേർത്തിട്ട് കുറച്ച് ചുവന്നുള്ളി ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ക്രഷ്ഡ് പെപ്പർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് കൂടെ ഉള്ളൂ. നല്ലോണം യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു ഞാൻ അതിലേക്ക്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ ഞാൻ. ഇപ്പോൾ ഇത് മട്ടനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല റെഡിയാക്കാം. നമുക്ക് ഒരു പാൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ചെറിയുള്ളി ഇടുക. ആദ്യം ചെറിയുള്ളി വഴറ്റാൻ വെക്കണം. ചെറിയുള്ളി കുക്കായതിന് ശേഷമാണ് നമ്മൾ സവോള ഇടേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് നമ്മൾ വേവിച്ച് വെച്ച മട്ടനിൽ കറക്റ്റാണോ നോക്കണം, അതിനനുസരിച്ച് വേണം മസാലയിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇപ്പോൾ അത് ചെറിയുള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. സവോള നല്ലോണം ഒരു ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി പച്ചമുളക് ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളത് കുക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാ പൊടികളും ഒരു ബൗളിൽ മിക്സ് ചെയ്തു. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. എന്നിട്ട് അതാണ് ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യാം. പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇത് പുളി അധികം ഇല്ലാത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ 2 ഇട്ടാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കറിക്ക്. പുളി ഉള്ളതാണെങ്കിൽ ഒരു തക്കാളി ഇട്ടാൽ മതി. അതൊരു 5 to 8 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തു. തക്കാളി ഇപ്പോൾ നല്ലോണം വഴഞ്ഞ് മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാം കേട്ടോ, അതായത് ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചു. ഫ്ലെയിം ഞാൻ ഇപ്പോൾ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ, മീഡിയം ഫ്ലെയിം അല്ല, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മട്ടനൊക്കെ നല്ലോണം കുറുകി നല്ല കറിയൊക്കെ നല്ല സെറ്റായി വന്നു. ഞാനതൊരു സെമി ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് കുക്ക് ചെയ്തത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഈ മട്ടൻ കറി പൊറോട്ടയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. താങ്ക് യു.